മോനെ ശുക്കൂറേ, മോനെ ശുക്കൂറേ. എന്താണ് മജീദ്? അന്റെ ബാപ്പ എവിടെടാ? ബാപ്പ നമ്മുടെ വീട്ടിലെ വേലക്കാരിയായിട്ട് സിനിമക്ക് പോയി. അല്ലാ എന്റെ പഠിച്ചോനെ, നമ്മളത് അറിഞ്ഞില്ലല്ലോ. ഉമ്മാനോട് പറഞ്ഞെന്ന് പറഞ്ഞല്ലേ സിനിമക്ക് പോയത്. എന്റെ റബ്ബേ, ഈ എന്താടാ പോക്കറ്റില് തപ്പണത്? ഏയ് ഒന്നുമില്ല മജി. കയ്യെടുക്കടാ നോക്കട്ടെ. എന്റെ അല്ലോ, ലവ് ലെറ്ററാ. ഞാൻ വായിക്കട്ടെ. പ്രിയപ്പെട്ട നാരിക്ക്. എന്താടാ? അല്ല മച്ചി, പ്രിയപ്പെട്ട നാദിരക്ക് എഴുതിയതാ, അങ്ങനെ ആയിപ്പോയി. നീ നാളെ കക്കൂസിന്റെ പുറകിൽ വാരണം, ഞാനും വരും. അയ്യേ, എന്താടാ ഇത്? അല്ല, ഞാൻ നാളെ കക്കൂസിന്റെ പുറകെ വരും, നീയും വരണമെന്ന് എഴുതിയതാ, അങ്ങനെ ആയിപ്പോയി. എന്റെ ഉമ്മാച്ചിയും ബാപ്പ പിച്ചിയും മാത്രമേ ഉള്ളൂ. എന്താടാ ഇത്? അല്ല, എന്റെ ഉമ്മച്ചിയും ബാപ്പച്ചിയും എഴുതിയത്, അങ്ങനെ ആയിപ്പോയി. കത്ത് ചിരിക്കുന്നു. അല്ല ഉമ്മച്ചി, കത്ത് ചുരുക്കുന്നു എഴുതിയത്, അങ്ങനെ ആയിപ്പോയി. മോനെ ഇത് പിടിക്ക്. ഉമ്മ ഒരു കാര്യം പറയട്ടെ. കാര്യമാണോ? അല്ലേ, ഇങ്ങനെ പോയാലും മോൻ നാദിരനെ അല്ല ഷക്കീലാനെ വരെ പ്രേമിക്കും. ഞാൻ പോട്ടെ. എങ്ങടെ ഷക്കീലിനെ പ്രേമിക്കാൻ? എടാ, നാട്ടില് നാടോടിയിലും നടന്നത്. ആ ഞാൻ കണ്ടില്ല. നീ കണ്ട? നല്ല ചരക്കൊക്കെ ഞാൻ കണ്ടില്ല. എന്തായാലും നിന്ന് പോണം. ആ ഞാൻ എനിക്ക് കണ്ടിട്ട് മതിയായില്ലോ. ഓ, സ്ഥലം മാറിപ്പോയോ? ഈ പരമൻ മുതലാളിയുടെ വീട് ഏതാ? പരമൻ മുതലാളിയോ? വൺ മിസ്റ്റർ വേലായുധന്റെ മകൻ. ഇവിടെ 2-3 വേലായുധന്മാരുണ്ട്. അവരിലാർക്കും പരമ മുതലാളി എന്നൊരു മോനില്ലല്ലോ. അത് പിന്നെ വൺസ് അപ്പോൺ എ ടൈം ആ വേലായുധൻ ഈ കോക്കൻ ട്രീയിൽ സ്റ്റെപ്പായി ഹൈറ്റിലേക്ക് ജമ്പ് ചെയ്ത് ദാറ്റ് ടൈപ്പ് ഓഫ് ബിസിനസ്. അണ്ടർസ്റ്റാൻഡ്? എടാ, ഇത് നമ്മുടെ തെങ്ങ് കയറുന്ന വേലായുടെ കാര്യ പറയണേ. കറക്റ്റ് അല്ല, എന്നാ കറക്റ്റുമാണ്. വേലായുധന് പരമൂന്നൊരു മോനുണ്ട്. അവൻ നാടോട്ട് ദുബായിലല്ലേ. അവനെന്നാ മുതലാളിയായത്? നോ 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 ദുബായിലും അബുദാബിയിലും ഷാർജയിലും അദ്ദേഹത്തിന് ഒരുപാട് കമ്പനികളുണ്ട്. അവിടെ എല്ലാരും അദ്ദേഹത്തെ പരമ മുതലാളി എന്നല്ല വിളിക്കുന്നേ. ആഹാ, അങ്ങനെയാണോ? പിന്നെ മുതലാളി എന്നല്ലാതെ എന്നെ അവിടെ ആരും വേറെ ഒന്നും വിളിക്കാറില്ല. മുതലാളി എന്നെ കണ്ടാ തോന്നത്തില്ലായിരിക്കും, ബട്ട് ഐ ആം മിസ്റ്റർ പരമ മുതലാളി. ആട്ടെ, അങ്ങനെയെങ്കിൽ അങ്ങനെ. ഇനി എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത്? നാളെ മുതൽ നിങ്ങൾ എന്നെ പരമ മുതലാളി എന്ന് വിളിക്കണം. ചോദിക്കുന്ന പൈസ തരാം. അണ്ടർസ്റ്റാൻഡ്? പരമം മുതലാളിയേ, നിർത്തണ നിർത്താൻ. നമസ്കാരം ടീച്ചർ, ഞാൻ സന്ധ്യാവിഷൻ ചാനലിൽ നിന്ന് വരികയാണ്. നമസ്കാരം. ടീച്ചറെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യണം. ചെയ്തോളൂ. ടീച്ചറുടെ പേരെന്താ? കലാമണ്ണിലെ ഋതു ചടല താളലയ മൃദുല സരസമ്മ. ഇതെന്തു സാധനം? അതെ, സരസമ്മ എന്നുള്ളത് എന്റെ പേരാ. പിന്നെ ബാക്കി അവാർഡുകളും ഫെലോഷിപ്പുകളും ഒക്കെയാണ്. അല്ല, ടീച്ചർ എന്തൊക്കെയാ ഇവിടെ പഠിപ്പിക്കുന്നത്? ഞാൻ ഇവിടെ ഭരതനാട്യം, കുച്ചിപ്പുടി, മണിപ്പൂരി, പാനിപ്പൂരി, ബേൽപൂരി, പിന്നെ മോഹിനിയാട്ടം, അഴിഞ്ഞാട്ടം, കൂടിയാട്ടം, തിരിഞ്ഞാട്ടം, മറിഞ്ഞാട്ടം, അങ്ങനെ പല ആട്ടങ്ങളും പഠിപ്പിക്കുന്നു. അല്ല, ഈ കൂടിയാട്ടം അഴിഞ്ഞാട്ടം എന്നൊക്കെ വെച്ചാൽ എന്തുവാ? അതെ, ഈ കൂടിയാട്ടം എന്ന് പറയുമ്പോഴേ ഈ കുട്ടികളെല്ലാരും കൂടി ഇങ്ങനെ കൂടിയാടുക. അങ്ങനെ ആടിക്കൊണ്ടിരിക്കുമ്പോ മുടി ഇങ്ങനെ അഴിഞ്ഞു വീഴും, അത് മുടിയാട്ടം. പിന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഈ ഡ്രസ്സുകൾ ഇങ്ങനെ ഓരോന്ന് അഴിഞ്ഞഴിഞ്ഞ് വീഴും, അത് അഴിഞ്ഞാട്ടം. ഈ അഴിഞ്ഞാട്ടത്തിനാണ് എനിക്ക് സ്റ്റുഡൻസ് വളരെ കൂടുതൽ. പിന്നെ ഞാനേ ഒരു പുതിയ ഐറ്റംസ് കൂടെ ചേർത്തിട്ടുണ്ട്, അത് ക്യാബറേ. ടീച്ചർ, അങ്ങനെയാണെങ്കിൽ ടീച്ചർ പഠിപ്പിച്ചൊരു കുട്ടിയുടെ ക്യാമറ കണ്ടാ കൊള്ളാന്നുണ്ട്. ഓ, കാണാലോ. മോളയുടെ ഡിവാഡി. ദിവാഡിയോ? ഏർവാടിയുടെ മോളാ. ആ, നമസ്കാരം.
ഈ ഡ്രസ് ഇട്ടിട്ടാണോ ക്യാബ്രേ? പിന്നെ നിങ്ങൾ എന്ത് വിചാരിച്ചു? തുണിയില്ലാതെ കളിക്കുന്നോ? ഞാൻ എന്റെ കുട്ടികളെ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല, അവരാരും അങ്ങനെ അഴിഞ്ഞാടത്തുമില്ല. മോൾ ഇതിനു മുമ്പ് ഡാൻസ് കളിച്ചിട്ടുണ്ടോ? അങ്ങനെയല്ല, സമ്മാനം പറ. ഇമ്മ ഉമ്മ വെക്കണ വിചാരിയുള്ളൂ. സമ്മാനം. നീ ഒന്നും പറയണ്ട, നീ അങ്ങോട്ട് അഴിഞ്ഞാട്. എടാ മഹാബാബി, നിനക്ക് ഇങ്ങനെ ദുർദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കളിച്ചേനല്ലോ ക്യാബറെ. സർക്കസുകാരുടെ കൂട്ടത്തിൽ കാണാൻ കൊള്ളുന്നൊരു പെണ്ണുണ്ടെന്ന് കേട്ടപ്പോ ജസ്റ്റ് ഒന്ന് കണ്ടുകളയാൻ തോന്നി. കണ്ടപ്പോ ഒന്ന് തൊട്ട് കളയാന്ന് തോന്നി. സത്യം, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത്രയും ധിക്കാരം കാണിച്ച സ്ഥിതിക്ക് ഇനി ഞാൻ വെറുതെ ഇരുന്ന കൊള്ളൂടാ. ശരിയാ, അത്രയും പേരുടെ മുമ്പിൽ വെച്ചായത് സുരേഷിന്റെ ഇമേജിന് ക്ഷീണമാ. ഒരു പണി കൊടുത്തേ പറ്റൂ. എടുത്തു ചാടണമെന്ന എന്റെ അഭിപ്രായം. അവൾ അത്യാവശ്യം തന്റേടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇനി ഒരിക്കൽ കൂടി ചമ്മിയാ പിന്നെ കത്തി സുരേഷ്, ഈ പേര് മാനത്തൊന്ന് പൊട്ടിയുണ്ടായതല്ല, ഒരു പെണ്ണല്ലേ എന്ന് കരുതി തത്സമയം ഞാൻ വിട്ടുകളഞ്ഞു, അത്രമാത്രം. പക്ഷേ ഇനി ഞാൻ അവളെ ഒരു പാഠം പഠിപ്പിക്കും. ആ അറിവുകൾ അനുഭവിച്ചറിയാൻ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങളും സൗകര്യങ്ങളും ഉണ്ട്. വെറും 4 പ്ലാസ്റ്റിക് ഷീറ്റുകൾക്കുള്ളിൽ ഞങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നത്
കളങ്കമില്ലാത്ത സ്നേഹവും ബന്ധങ്ങളും മാത്രമാണ്. പിന്നെ ആ ടെന്റുകൾക്കുള്ളിൽ നിന്ന് കുട്ടിക്കാലം മുതലേ ഞങ്ങൾ മനുഷ്യനെ അറിഞ്ഞു തുടങ്ങും. പക്ഷേ 10 ജന്മം കഴിഞ്ഞാലും നിങ്ങളെ കൊണ്ട് അതിനാവില്ല. തെമ്മാടി പറഞ്ഞു കേട്ടില്ലേ? മാഷെന്താ പരിഹസിക്കുകയാണോ? അതെ, തെമ്മാടിത്തരം പറഞ്ഞിട്ട് എന്തേ ആരും ഒന്ന് പ്രതികരിച്ചില്ല?